ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 37-ാമത്തെ ശ്ലോകം നോക്കാം. 37-ാമത്തെ ശ്ലോകം മുതൽ ആ യതിയുടെ വാക്കുകൾക്കുള്ള ബ്രാഹ്മണൻ്റെ മറുപടിയാണ് ഇനി നമുക്ക് കാണാൻ കഴിയുന്നത്. 37-ാമത്തെ ശ്ലോകം. ബ്രാഹ്മണ ഉവാച വിവേകേന ഭവേത് കിം മേ പുത്രം ദേഹി ബലാദപി നോ ചേത്യജാമ്യഹം പ്രാണാം സ്വദഗ്രേ ശോകമൂർച്ഛിത. ഈ ഒരു ശ്ലോകം മുതൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം, നമ്മളെപ്പോലെയുള്ള ഒരു സാധാരണക്കാരനായിട്ട് ആ ബ്രാഹ്മണൻ, നമുക്ക് വേദജ്ഞാനി ആയിട്ട് പോലും, ഇത്രയേറെ അറിവുണ്ടായിട്ട് പോലും ആ ബ്രാഹ്മണൻ നമ്മളെപ്പോലെ തൻ്റെ ആഗ്രഹങ്ങളെ അത് തനിക്ക് നല്ലതിനല്ല എന്നറിഞ്ഞിട്ടും, അല്ലെങ്കിൽ തനിക്ക് അതുകൊണ്ട് ദുഃഖം മാത്രമേ ഉണ്ടാകൂ, തൻ്റെ വിധിലിഖിതം മറ്റൊന്നാണ് എന്നറിഞ്ഞിട്ടും തൻ്റെ ആഗ്രഹങ്ങളെ സാധിച്ചെടുക്കുന്നതിനുള്ള ആ ഒരു ശാഠ്യബുദ്ധി ആ ബ്രാഹ്മണനിലും ഉണർന്നു വർത്തിക്കുന്നതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇവിടെ പറയുകയാണ്, വിവേകേന ഭവേത് കിം മേ പുത്രം ദേഹി ബലാദപി. വിവേകേന ഭവേത് കിം മേ. വിവേകേന എന്ന് പറഞ്ഞാൽ അറിവുകൊണ്ട്, ഇങ്ങനെയുള്ള, അതായത് ഇപ്പോൾ അദ്ദേഹം തൻ്റെ യോഗബലം കൊണ്ട്, ആ യതി തൻ്റെ യോഗബലം കൊണ്ട് ഇദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് സന്തതികൾ ഇല്ലാതെ പോകുന്നത് എന്നുള്ള അറിവ് പകർന്നു കൊടുത്തു. അപ്പോൾ പറയുകയാണ്, വിവേകേന ഭവേത് കിം മേ. ഇങ്ങനെയുള്ള വിവേകം കൊണ്ട്, അറിവ് കൊണ്ട്, കിം എന്ന് പറഞ്ഞാൽ എന്ത്, മേ എനിക്ക് എന്ത് പ്രയോജനമാണുള്ളത്, ഇതൊക്കെ ഞാൻ അറിഞ്ഞിട്ട്, എൻ്റെ തലയിലെടുത്ത് ഇങ്ങനെയാണ്, അല്ലെങ്കിൽ എനിക്ക് സന്തതിയോഗമില്ല എന്ന് അറിഞ്ഞിട്ടൊന്നും എനിക്ക് പ്രത്യേകിച്ച് ഫലമൊന്നുമില്ല. കാരണം ഇതൊന്നും എൻ്റെ ദുഃഖനിവർത്തിക്കുള്ള ഉതകുന്നവയല്ല. അപ്പോൾ എൻ്റെ ദുഃഖം നിവർത്തിക്കണമെങ്കിൽ പുത്രം ദേഹി ബലാദപി. പുത്രം, ഒരു പുത്രനെ, ദേഹി എന്ന് പറഞ്ഞാൽ അങ്ങ് ഇത്രയേറെ എൻ്റെ തലയിലെഴുത്ത് എന്താണ്, അല്ലെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് പുത്രൻ ഉണ്ടാകുന്നില്ല എന്നൊക്കെ അറിയുന്ന ഒരു മഹായോഗിയാണ് അങ്ങ്. ബലാദപി, ബലാദ അപി, ബലമായിട്ട് ആണെങ്കിൽ പോലും എനിക്ക് അങ്ങയുടെ യോഗബലം കൊണ്ട് എനിക്കൊരു പുത്രൻ ഉണ്ടാകുവാൻ വേണ്ടുന്നത് ചെയ്തു തരിക. എനിക്ക് അങ്ങയുടെ ഈ വിവേകം കൊണ്ടൊന്നും എനിക്ക് പ്രത്യേകിച്ച് യാതൊരു ഗുണവുമില്ല, അല്ലെങ്കിൽ എൻ്റെ ദുഃഖങ്ങളൊന്നും മാറാൻ പോകുന്നില്ല. എനിക്ക് പുത്രൻ ഉണ്ടാവുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി, എന്നൊരു ആഗ്രഹത്തിന് വേണ്ടി മാത്രം ജീവിക്കുകയാണ്. അപ്പോൾ ആ പുത്രൻ ഉണ്ടായെങ്കിലേ എനിക്കതിൻ്റെ ദുഃഖം തീരുകയുള്ളൂ. വിശന്നിരിക്കുന്നവന് ഭക്ഷണം ചെന്നാൽ മാത്രമേ വിശപ്പ് മാറുകയുള്ളൂ. അദ്ദേഹം അങ്ങനെയുള്ള ഒരാളിനോട് ദേഹബോധം വെടിയുവാൻ പറയുന്നത് പോലെ ഇവിടെ പക്ഷേ ഈ ബ്രാഹ്മണനോട് ആ യതി അത് പറയാൻ കാരണം തന്നെ, ബ്രാഹ്മണൻ വേദജ്ഞനാണ്, അതിനു വേണ്ട അറിവ് നേടിയിട്ടുണ്ട്. തന്നെയുമല്ല, ഈ ബ്രാഹ്മണൻ പറഞ്ഞു തുടങ്ങുന്നത് തന്നെ എൻ്റെ കർമ്മഫലം കൊണ്ട് എനിക്ക് വന്ന ദുഃഖങ്ങൾ എന്ന് എടുത്തു പറയുന്നുണ്ട്. എൻ്റെ സഞ്ചിത കർമ്മമാണ് ഈ ദുഃഖങ്ങൾക്കൊക്കെ കാരണമെന്ന് ഈ ബ്രാഹ്മണന് സ്വയമേവേ അറിയാം. പക്ഷേ എന്നിട്ടും ആ അറിവുകളൊന്നും ഫലത്തിൽ വരുന്നില്ല. ഇവിടെ ഒരു പുത്രൻ ഉണ്ടാകണമെന്ന ആഗ്രഹം അങ്ങോട്ട് ശക്തമായപ്പോൾ, അതുകൊണ്ട് ഇവിടെ പറയുകയാണ്, എനിക്കിങ്ങനെയുള്ള അങ്ങയുടെ ഈ വിവേകം കൊണ്ടൊന്നും എനിക്ക് പ്രത്യേകിച്ച് യാതൊരു ഗുണവുമില്ല. എന്തേ വേണ്ടൂന്നാണെങ്കിൽ, എൻ്റെ ദുഃഖം ശമിക്കണമെങ്കിൽ ഞാൻ എന്താണോ ആഗ്രഹിച്ചത് അത് അങ്ങയുടെ ഈ ബലമായിട്ടാണെങ്കിലും, എന്ന് പറഞ്ഞാൽ എനിക്കത് വിധിച്ചിട്ടില്ല, എന്നിരുന്നാലും എനിക്കത് കിട്ടിയേ അടങ്ങൂ, എന്നാലേ എനിക്ക് സന്തോഷമാകൂ, എൻ്റെ ദുഃഖങ്ങളൊക്കെ മാറുകയുള്ളൂ. അതുകൊണ്ട് അങ്ങയുടെ യോഗബലം കൊണ്ട് എനിക്കൊരു പുത്രനെ കിട്ടുവാനുള്ളത് എന്തെങ്കിലും ചെയ്യൂ. നോ ചേത്യജാമ്യഹം പ്രാണാം സ്വദഗ്രേ ശോകമൂർച്ഛിതഃ. നോ ചേത്യജാമ്യഹം പ്രാണാം. നോ ചേത് ത്യജാമി അഹം. നോ ചേത്, അങ്ങനെ അല്ല എങ്കിൽ, അങ്ങനെ അവിടുന്ന് എനിക്കൊരു പുത്രഭാഗ്യത്തിനുള്ളത് ചെയ്തു തരുന്നില്ല എങ്കിൽ, ത്യജാമി അഹം,
അഹം എന്നാൽ ഞാൻ. ത്യജാമി ത്യജിക്കുന്നുണ്ട്. എന്ത്? പ്രാണാംസ്ത്വദഗ്രേ. പ്രാണാൻ ത്വത് അഗ്രേ. ഇങ്ങനെ 3 വാക്കുകൾ അവിടെ വരുന്നുണ്ട്. അപ്പോൾ ത്യജാമ്യഹം പ്രാണാൻ. ഞാൻ എൻ്റെ പ്രാണനെ ത്യജിക്കുന്നുണ്ട്. ഇവിടെ ത്വദഗ്രേ. അങ്ങയുടെ മുൻപിൽ വെച്ച് തന്നെ ഞാൻ എൻ്റെ പ്രാണനെ ഇപ്പോൾ ത്യജിക്കുന്നുണ്ട്. കാരണം ശോകമൂർച്ഛിതഃ. എനിക്ക് അടക്കുവാനാകാത്ത ദുഃഖം കൊണ്ട്, എൻ്റെ ദുഃഖാധിക്യം കൊണ്ട് ഞാൻ അങ്ങയുടെ മുമ്പിൽ വെച്ച് തന്നെ ഞാനിപ്പോൾ എൻ്റെ പ്രാണനെ ത്യജിക്കുന്നുണ്ട്. ഒന്നുകിൽ അങ്ങ് എനിക്ക് പുത്രൻ ഉണ്ടാകാനുള്ളത് എന്തെങ്കിലും അങ്ങയുടെ യോഗബലം കൊണ്ട് അങ്ങ് സാധിപ്പിച്ചു തരിക. അല്ല എങ്കിൽ ഞാൻ അങ്ങയുടെ മുൻപിൽ തന്നെ ഇപ്പോൾ ജീവനെ വെടിയും. അത് ബലാത്കാരമായിട്ട് എനിക്കത് സാധിച്ചു തരാം. അങ്ങയുടെ ആ യോഗബലത്തിൻ്റെ ഇതുകൊണ്ട് ബലാദപി ബലമായിട്ടാണെങ്കിൽ എന്ന് പറഞ്ഞാൽ വിധി എന്താണോ അതിനെ മറികടന്നുകൊണ്ടും എൻ്റെ മോഹങ്ങൾ, എൻ്റെ ആഗ്രഹങ്ങൾ ജയിക്കണം എന്നുള്ള ഒരു ശാഠ്യ മനോഭാവമാണിവിടെ ആ ബ്രാഹ്മണനുള്ളത്. വിധിയെപ്പോലും മാനിക്കുവാൻ തയ്യാറാകുന്നില്ല. നോക്കൂ, ബ്രാഹ്മണനായിട്ട് പോലും അങ്ങനെ എടുത്തു പറയുവാൻ കാരണം വേദജ്ഞനാണ്. വേദജ്ഞാനിയായിട്ടുള്ള എല്ലാ ഗ്രന്ഥങ്ങളും പഠിച്ച് അതിൽ നിന്നും വേണ്ടത്ര അറിവ് നേടി സാത്വികനായിട്ടുള്ള ഒരു ബ്രാഹ്മണനായിട്ട് പോലും വിധി ഇതാണെന്ന് അറിഞ്ഞിട്ട് പോലും ആ വിധിബലത്തെ പോലും മറികടക്കുവാൻ, അത് ബലം കൊണ്ടാണെങ്കിലും മറികടക്കണമെന്ന് ആഗ്രഹിക്കുന്ന, അതിനും മേലെയാണ് തൻ്റെ കാമം, തൻ്റെ മോഹം എന്ന് കരുതുന്ന മൂഢനായ ഒരു മനുഷ്യനായി മാറുന്നു. മനുഷ്യനായി പിറന്ന ബ്രാഹ്മണനായി ബ്രാഹ്മണകുലത്തിൽ ജനിച്ചിട്ട് പോലും ആ മൂഢത്വം, മോഹത്തിൻ്റെ ഒരു മായാവലയത്തിൽ പെട്ടുപോകുന്നു എന്നുള്ളതാണ്. ഇത് നമ്മുടെയൊക്കെ ഒരു പ്രതിരൂപമാണിവിടെ ഈ ആത്മദേവൻ എന്ന ബ്രാഹ്മണൻ. നോക്കൂ, വിധി എങ്ങനെയാണോ ആ ഒഴുക്കിനനുസരിച്ച് നമ്മൾ ഒഴുകിപ്പോകാൻ നോക്കുക. അതല്ല എങ്കിൽ അതിൻ്റെ പ്രത്യാഘാതം, നമ്മൾ എതിരെ തുഴയാൻ പോയാൽ അതിൻ്റെ പ്രത്യാഘാതം വളരെ വലുതായിരിക്കും. എപ്പോഴും ഒഴുക്കിനൊത്ത് നമ്മളെ അങ്ങോട്ട് വിട്ടുകൊടുക്കുക. ഭഗവാന്റെ നിശ്ചയം അങ്ങനെയെങ്കിൽ അങ്ങനെ നടക്കട്ടെ, അവിടുത്തെ സങ്കല്പം എന്തായിരുന്നാലും അതുപോലെ നടക്കട്ടെ എന്ന് നിശ്ചയിച്ചുകൊണ്ട് ഭഗവാന്റെ കൈകളിലേക്ക് അങ്ങോട്ട് നമ്മളെ തന്നെ അങ്ങ് വെച്ചു കൊടുക്കുക. ഭഗവാൻ ഒഴുക്കിവിടുന്ന ദിശയിലേക്ക് അത് ഒഴുകിക്കോട്ടെ എന്ന ബോധപൂർവം ചിന്തിച്ച് വിവേകത്തോടെ പെരുമാറുവാനും തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഈ വിധിയുടെ ഈ ഒരു ക്രൂരഭാവം എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കാതെ വരുമ്പോൾ നമ്മളൊക്കെ ഈ ഒരു വിധിക്ക് നമ്മൾ കൊടുക്കുന്ന നിറം ക്രൂരഭാവം തന്നെയാണ്. അപ്പോൾ അതിനെ അംഗീകരിച്ചുകൊണ്ട് ജീവിക്കുക. ഇവിടെ ആ ബ്രാഹ്മണന് കഴിയാതെ പോകുന്നു ഇങ്ങനെയുള്ള ചില യാഥാർത്ഥ്യങ്ങൾ. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. വിവേകേന ഭവേത് കിം മേ പുത്രം ദേഹി ബലാദപീം നോ ചേത്യജാമ്യഹം പ്രാണാം സ്ത്വദഗ്രേ ശോകമൂർച്ഛിതഃ. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ബലാദാപിയാണ്. ആപി ആയതുകൊണ്ട് ദായ്ക്ക് ആകാരം കൊടുത്ത് വായിക്കുക. പിന്നെ നോ ചേത്യജാമ്യഹം, അവിടെ ത്യജാമി അഹം, മ്യ എന്ന അക്ഷരത്തിന് ആകാരം കൊടുക്കുക. അതുപോലെ പ്രാണാംസ്ത്വദഗ്രേ, ത്വത് അഗ്രേയാണ്, അവിടെ ദായ്ക്ക് ആകാരം കൊടുത്ത് വായിക്കുക. പിന്നെ ശോകമൂർച്ഛിത, അവിടെ പകുതി ഹകാരത്തിൽ വായിക്കണം, വിസർഗമുണ്ട്. ഇനി അടുത്തത് 38ാമത്തെ ശ്ലോകമാണ്. പുത്രാദിസുഖഹീനോയം സന്യാസ ശുഷ്ക ഏവ ഹി ഗൃഹസ്ഥഃ സരസോ ലോകേ പുത്രപൗത്ര സമന്വിത. ഇവിടെ ബ്രാഹ്മണൻ വീണ്ടും പറയുകയാണ്, പുത്രാദി സുഖഹീനോയം, പുത്രൻ ആദിയായിട്ടുള്ള സുഖങ്ങൾ, അതായത് ഈ ലൗകിക ജീവിതത്തിൽ ഇതുപോലെയുള്ള ഒരു ഉണ്ണി ഉണ്ടാവുക, അതിനെ ആ
പരിപാലിച്ച് ലാളിച്ച് വളർത്തി ആ സുഖം അനുഭവിക്കുക, ആ ഉണ്ണിയുടെ കുഞ്ഞു കൊഞ്ചലുകൾ, പിഞ്ചുപാദങ്ങൾ വെച്ച് നടക്കുന്നത് തുടങ്ങി വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളും ആസ്വദിക്കാൻ കഴിയുക. അങ്ങനെ ആ ഉണ്ണി തങ്ങളുടെ ജീവിതത്തിൽ വരുത്തുന്ന മാറ്റങ്ങൾ, അതിൻ്റെ ആ ഒരു സുഖം അനുഭവിക്കുക തുടങ്ങി. പുത്രാദിസുഖ ഹീനോയം, ഹീനോയം എന്ന് പറഞ്ഞാൽ ഹീനഹ എന്ന് പറഞ്ഞാൽ ഇല്ലാത്തത്. അങ്ങനെയുള്ള ഇയം സന്യാസഹ, ഈ സന്യാസം എന്ന് പറയുന്നത്, അതായത് ഈ സന്യാസ ജീവിതം സ്വീകരിച്ചു കഴിഞ്ഞാൽ, അത് പറയാൻ കാരണം മുൻപ് നമ്മൾ കണ്ടിരുന്നു, യതി പറഞ്ഞു കൊടുക്കുന്നതല്ലേ, സഗരരാജാവിൻ്റെയും സഗരന്മാരുടെയും അതേപോലെ തന്നെ അംഗരാജാവിൻ്റെയും ഒക്കെ കഥ പറഞ്ഞു കൊടുത്തു. സന്യാസമാണ് ഏറ്റവും സുഖം, കുടുംബം, അതിന്മേലുള്ള ആശ അതൊക്കെ ദുഃഖമായി ഭവിക്കുമെന്ന് പറഞ്ഞു കൊടുത്തിരുന്നു. അതുകൊണ്ട് ഇവിടെ പറയുകയാണ്, പുത്രനൊന്നും ഇല്ലാതെയുള്ള, പുത്രാദികളായിട്ടുള്ള, അവയിൽ നിന്ന് കിട്ടുന്ന സുഖങ്ങളൊന്നും ഇല്ലാത്തതായിട്ടുള്ള ഈ സന്യാസം എന്ന് പറയുന്നത് ശുഷ്ക ഏവഹി, അത് ശുഷ്കിച്ചതാണ്, അതിൽ യാതൊരു രസവും ഇല്ലാത്തതാണ്. ഗൃഹസ്ഥ സരസോലോകെ പുത്രപൗത്ര സമന്വിത, ഗൃഹസ്ഥാശ്രമം, ഈ ഗൃഹസ്ഥ ജീവിതം സരസ എന്ന് പറഞ്ഞാൽ വളരെ രസമുള്ളതാണ്, ആനന്ദപൂർണമാണ്, സന്തോഷപൂർണമാണ്. ലോകെ പുത്രപൗത്ര സമന്വിത, ലോകെ ഈ ലോകത്തിൽ പുത്രപൗത്ര സമന്വിത, പുത്രന്മാരും പൗത്രന്മാരും, പുത്രൻ്റെ പുത്രന്മാർ. അപ്പോൾ പുത്രന്മാർ മാത്രമല്ല, ഗൃഹസ്ഥാശ്രമത്തിൽ അവരുടെ അടുത്ത തലമുറയെയും ഒക്കെ കണ്ടിങ്ങനെ ആസ്വദിച്ച് ജീവിക്കുക എന്ന് പറയുന്നത് തന്നെയാണ് വളരെ രസകരമായിട്ടുള്ളത് ഈ ലോകത്തിൽ. അല്ലാതെ പുത്രന്മാരും അവരുടെ അടുത്ത തലമുറകൾ, അതുപോലെ തന്നെ പുത്രന്മാരിൽ നിന്നും, ഇവിടെ പുത്രൻ എന്ന് പറയുമ്പോൾ ലിംഗഭേദത്തിലല്ല, സന്തതികൾ എന്നുള്ള അർത്ഥത്തിലാണ്. അതായത് പുത്രിമാരോട് വിവേചനം എന്ന് കരുതരുത്, സന്തതികൾ എന്നുള്ള അർത്ഥത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സന്തതികളിൽ നിന്ന്, സന്തതികളോട് ചേർന്ന് ജീവിക്കുന്ന ഈ ഗൃഹസ്ഥാശ്രമത്തിൽ ലഭിക്കുന്ന സുഖം, അത് ഇല്ലാതെയുള്ള സന്യാസം എന്ന് പറയുന്നത് വളരെ വരണ്ടതാണ്, ഉണങ്ങിയതാണ്, ശുഷ്കിച്ചതാണ്. അതുകൊണ്ട് അല്ലയോ സന്യാസവര്യ, എനിക്ക് പുത്രനുണ്ടാകുവാനുള്ള മാർഗമാണ് വേണ്ടത്, എനിക്കല്ലാതെ ഈ ശുഷ്കിച്ച സന്യാസം എനിക്ക് വേണ്ട. ഇവിടെയും നോക്കൂ, അവിടെയും ആ ഒരു വിധിയെ അങ്ങോട്ട് മറികടക്കുവാനുള്ള ആ ഒരു ത്വര ഉള്ളിൽ വല്ലാതെ നിൽക്കുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ ഈ 2 ശ്ലോകങ്ങളിലായിട്ട് വളരെ വ്യക്തമായിട്ട് ആ ആത്മദേവൻ എന്ന ബ്രാഹ്മണൻ തൻ്റെ ഉള്ളിലെ താൻ എന്താണ്, അല്ലെങ്കിൽ തൻ്റെ ആ ഒരു ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്ന് വളരെ വ്യക്തമായിട്ട് അങ്ങോട്ട് പറഞ്ഞു. ഇവിടെ തനിക്ക് ഉപദേശിച്ചു തന്ന സന്യാസത്തെ താൻ സ്വീകരിക്കാൻ തയ്യാറുമല്ല, തനിക്ക് അങ്ങനെ ഒരു വരണ്ട ജീവിതം തനിക്ക് വേണ്ട, തനിക്ക് വേണ്ടത് ഈ ലൗകിക സുഖങ്ങൾ പുത്രന്മാരോടും പൗത്രന്മാരോടും കൂടി ആസ്വദിച്ച് കഴിയുക എന്നുള്ളതാണ് തൻ്റെ ആഗ്രഹം, തൻ്റെ ലക്ഷ്യം എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അങ്ങോട്ട് പറയുകയാണ്. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. പുത്രാദിസുഖഹീനോയം സന്യാസ ശുഷ്ക ഏവ ഹീം ഗൃഹസ്ഥ സരസോ ലോകേ പുത്രപൗത്ര സമന്വിത. ഇവിടെ വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, പുത്രാദിസുഖഹീനോയം, അവിടെ ഓകാരം നീട്ടിയെടുക്കുക. സന്യാസ, അവിടെ വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കുക. അതുപോലെ ഗൃഹസ്ഥ, അവിടെയും പകുതി ഹകാരത്തിൽ വായിക്കുക. പുത്രപൗത്ര സമന്വിത, അവിടെയും വിസർഗം പകുതി ഹകാരത്തിൽ വായിക്കുക. അപ്പോൾ ഈ 2 ശ്ലോകങ്ങൾ കൊണ്ട് ആ ബ്രാഹ്മണൻ ഏകദേശം ഒന്ന് പറഞ്ഞു നിർത്തി. തീർത്തും ആ യതിയുടെ വാക്കുകളെ തീർത്തും അവഗണിക്കുന്ന വിധത്തിലുള്ള ഒരു മറുപടിയാണ് ആ ബ്രാഹ്മണൻ്റെ വായിൽ നിന്നും വന്നത്. എന്തൊക്കെ പറഞ്ഞുവോ ആ യതി, തൻ്റെ
കർമ്മപ്രാരബ്ധങ്ങളുടെ സഞ്ചിത കർമ്മങ്ങളുടെയൊക്കെയും ഫലമായി തൻ്റെ വിധി എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടും മനസ്സിലാക്കാതെ അതിനെ പൂർണ്ണമായും നിഷേധിച്ചുകൊണ്ട് യാതൊന്നിൽ നിന്നാണോ ഈ ബന്ധനങ്ങളിൽ നിന്ന് യാതൊന്ന് സ്വീകരിച്ചാലാണോ, യാതൊരു സന്യാസ ജീവിതം സ്വീകരിച്ചാലാണോ ഈ ബന്ധങ്ങളിൽ നിന്നെല്ലാം, ഈ കുടുംബ ആശകളിൽ നിന്നെല്ലാം മോചനം നേടി സുഖത്തെ, സന്തോഷത്തെ അല്ലെങ്കിൽ പരമമായ ആനന്ദത്തെ അനുഭവിക്കാൻ കഴിയുന്ന അതുമൊക്കെ ഉപദേശിച്ചു കൊടുത്തിട്ടും ആ ആത്മദേവനിൽ ആ ഉപദേശങ്ങളൊന്നും ശോഭിച്ചില്ല. ഇനി ഇത് കണ്ട ആ യതിയുടെ കാര്യമാണ് ഇനി അടുത്ത ശ്ലോകത്തിൽ പറയുന്ന 39-ാമത്തെ ശ്ലോകം. ഇതി വിപ്രാഗ്രഹം ദൃഷ്ട്വാ പ്രാബ്രവീത്സ തപോധന ചിത്രകേതുർഗതഃ കഷ്ടം വിധിലേഖവിമാർജനാത്. ഇതി വിപ്രാഗ്രഹം, ഇതി ഇപ്രകാരമുള്ള വിപ്രാഗ്രഹം, വിപ്രൻ്റെ ആഗ്രഹം, ആ ബ്രാഹ്മണൻ്റെ ആഗ്രഹത്തെ ദൃഷ്ട്വാ കണ്ടിട്ട് പ്രാബ്രവീത്സ തപോധന, പ്രാബ്രവീത് എന്ന് പറഞ്ഞാൽ നന്നായിട്ട് അങ്ങോട്ട് പറഞ്ഞ് ഇപ്രകാരമൊക്കെ പറഞ്ഞ് അങ്ങോട്ട് ബോധ്യപ്പെടുത്തി. ഇനി എന്താണ് പറയുന്നതെന്ന് പറയും. തപോധനഃ, അതായത് ആ യതി, ആ സന്യാസി ഇപ്രകാരം പറഞ്ഞു. ചിത്രകേതുർഗതഃ കഷ്ടം വിധിലേഖ വിമാർജനാത്. പറയുകയാണ്, ചിത്രകേതുർഗതഃ കഷ്ടം, അല്ലയോ ബ്രാഹ്മണ, അങ്ങയ്ക്ക് ഞാൻ അങ്ങയുടെ വിധി എന്താണ് എന്ന് പറഞ്ഞു തന്നു. 7 ജന്മത്തേക്ക് അങ്ങയ്ക്ക് സന്തതി ഭാഗ്യമില്ല എന്ന് പറഞ്ഞു തന്നു. എന്നിട്ടും അങ്ങ് പുത്രൻ വേണം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ, സന്തതി ഭാഗ്യത്തിൽ അല്ലെങ്കിൽ സന്തതിയെ ആഗ്രഹിച്ചുകൊണ്ട് അങ്ങ് വളരെ ദൃഢചിത്തനായിട്ട് നിൽക്കുകയാണ് എന്ന് നാം അറിയുന്നു. അതുകൊണ്ട് അങ്ങ് അറിയുക, ചിത്രകേതുർഗതഃ കഷ്ടം, ചിത്രകേതുർഗതഃ, ആ ചിത്രകേതുവിന് എപ്രകാരമാണോ ഗതഃ കഷ്ടം, ആ കഷ്ടത്തിലേക്ക് എത്തിപ്പെട്ടത്, വിധിലേഖ വിമാർജനാത്, വിധിലേഖം, തനിക്ക് എന്തായിരുന്നു വിധിലിഖിതമായിട്ടുണ്ടായിരുന്നത്, തനിക്ക് പുത്രൻ ഭാഗ്യം ഇല്ലാതെ ഇരുന്നിട്ട് കൂടി, വിമാർജനാത് എന്ന് പറഞ്ഞാൽ അതിനെയും മാറ്റി എടുത്തുകൊണ്ട്, അതിനെ അങ്ങോട്ട് തനിക്ക് വിധിച്ചിരുന്നത് എന്തായിരുന്നുവോ അതിനെയൊക്കെ മായ്ച്ചു കളഞ്ഞ് താൻ തന്നെ തൻ്റെ പുതിയൊരു ജീവിതത്തെ അങ്കിരസ് മഹർഷിയുടെ ആ ഒരു തപോബലം കൊണ്ട്, അനുഗ്രഹം കൊണ്ട് ആ യാഗം ചെയ്ത് ഒരു പുത്രനെ ഉണ്ടാക്കിയെടുത്തുവല്ലോ. ആ പുത്രൻ എപ്രകാരമാണോ ചിത്രകേതു എന്ന മഹാരാജാവിനെ അതീവ കഷ്ടത്തിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചത്, ഇതേപോലെ അങ്ങ് അറിയുക, അങ്ങേക്ക് വിധിച്ചിട്ടില്ലാത്ത ഒന്നിനെ ബലാത്കാരമായി നേടിയെടുക്കുവാൻ ശ്രമിക്കുമ്പോൾ അത് അങ്ങയെയും ദുഃഖത്തിലാവും കൊണ്ട് എത്തിക്കുക. അതുകൊണ്ട് പക്ഷെ അങ്ങയുടെ ഈ ആഗ്രഹത്തെ ഞാൻ കണ്ടറിയുന്നു. അങ്ങേക്ക് അടക്കാനാവാത്ത അദമ്യമായിട്ടുള്ള ഒരു ആഗ്രഹം അങ്ങയുടെ ഉള്ളിലുണ്ട്. പുത്രാഗ്രഹിയാണ് അങ്ങ്. അങ്ങയോട് പറഞ്ഞു തരുന്നു എന്ന് മാത്രം. ചിത്രകേതുവിൻ്റെ കഥ. ചിത്രകേതു എന്ന് പറയുന്ന മഹാരാജാവിന് ധാരാളം പത്നിമാരുണ്ടായിരുന്നു. പക്ഷെ അവയിലൊന്നും സന്തതി ഭാഗ്യം ഉണ്ടാകാതെ ഇരുന്നപ്പോഴാണ് ഒരിക്കൽ അങ്കിരസ് മഹർഷിയുടെ കാർമ്മികത്വത്തിൽ ഒരു യാഗം നടത്തുകയും അങ്ങനെ അതിൽ നിന്ന് കിട്ടിയ ആ യജ്ഞഭാഗം തൻ്റെ പ്രിയ പത്നി, തൻ്റെ ആദ്യത്തെ പത്നിക്ക് കൊടുക്കുകയും അങ്ങനെ ഒരു പുത്രൻ ഉണ്ടാവുകയും ചെയ്തപ്പോൾ ഈ ചിത്രകേതു മഹാരാജാവ് ആ ഭാര്യയുടെയും പുത്രനോടുമൊപ്പം സദാസമയം ചിലവഴിക്കുന്നത് കണ്ട് തങ്ങളുടെ ഒന്ന് സമീപത്തേക്ക് വരാൻ കൂടി ചിത്രകേതു മഹാരാജാവിന് സമയം തികയുന്നില്ല ഈ ഉണ്ണി ഉണ്ടായത് നിമിത്തം എന്ന് തോന്നിയ മറ്റു പത്നിമാരൊക്കെ ഈ ഉണ്ണിക്ക് വിഷം നൽകി കൊന്നുകളയുന്നു. അതോടെ ആ ചിത്രകേതു എന്ന് പറയുന്ന മഹാരാജാവ്
അതീവ ദുഃഖത്തിലാവുകയും ആ സമയം വീണ്ടും അങ്കിരസ മഹർഷിയും നാരദ മഹർഷിയും അവിടെ എത്തുകയും അങ്ങനെ ആ ചിത്രകേതു മഹാരാജാവിൻ്റെ ദുഃഖം മാറ്റുവാനായി പുത്രൻ്റെ മൃതശരീരത്തിലേക്ക് വീണ്ടും ജീവനെ തിരികെ പ്രവേശിപ്പിച്ചുവെങ്കിലും ഇത് തൻ്റെ എത്രാമത്തെ ജന്മത്തെ അച്ഛനും അമ്മയുമാണ് എന്ന് പറഞ്ഞു തരണേ എന്ന് പറഞ്ഞ പുത്രൻ്റെ ആ ഭാവം കണ്ടപ്പോൾ ഈ ചൈതന്യം ഈ പ്രാണൻ ഈ ശരീരത്തിൽ ഉള്ളപ്പോൾ മാത്രമേ ബന്ധങ്ങളാകുന്ന ബന്ധനങ്ങൾ നിലനിൽക്കുന്നുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞ ചിത്രകേതു ഈ ദേഹത്തിൽ ഇരിക്കുമ്പോൾ തന്നെ ശരീരത്തിൻ്റെ ലക്ഷ്യം എന്താണ് എന്ന് നന്നായി ബോധിക്കുകയും ആ ജീവാത്മാവിൻ്റെ അനുഗ്രഹത്താൽ, പരമാത്മാവിൻ്റെ അനുഗ്രഹത്താൽ, ഈ സന്യാസിമാരുടെ അനുഗ്രഹത്താൽ അദ്ദേഹം ആത്മജ്ഞാനം നേടുകയും വിദ്യാധരാധിപതിയായി മാറുകയും പിന്നീട് പാർവതീദേവിയുടെ ശാപം കൊണ്ട് വൃത്രാസുരനായി മാറുമ്പോഴും ആ ആത്മതത്വജ്ഞാനിയായിരുന്ന വൃത്രാസുരൻ്റെ കഥ. പക്ഷേ ഇവിടെ പറയുന്ന എന്താ, ആ പുത്രൻ ഇല്ല എന്ന് വിധിയുണ്ടായിരുന്നിട്ടും ബലാത്കാരമായി നേടിയ പുത്രൻ തന്നെ ഒടുവിൽ ദുഃഖക്കയത്തിലേക്ക് ചിത്രകേതുവിനെ തള്ളിവിട്ടു. അത് അങ്ങ് ഓർക്കുന്നത് നല്ലതാണ്. വിധിയെ തോൽപ്പിക്കാൻ നിൽക്കരുത്. വിധി അതിൻ്റെ വഴിക്കൊഴുകാൻ വിടുക, തടഞ്ഞു നിർത്തണ്ട അതിനെ എന്നൊരു സൂചനയാണിവിടെ. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ഇതി വിപ്രാഗ്രഹം ദൃഷ്ട്വാ പ്രാബ്രവീത് സത്തബോധനഃ ചിത്രകേതുർഗതഃ കഷ്ടം വിധിലേഖ വിമാർജനാത്. ഇവിടെ ഈ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വിപ്ര ആഗ്രഹമാണ്. വിപ്രാഗ്രഹം അത് ശ്രദ്ധിക്കുക. പിന്നെ തപോധന, ചിത്രകേതുർഗത, അവിടെയൊക്കെ വിസർഗം ശ്രദ്ധിക്കുക. പകുതി ഹകാരത്തിൽ വായിച്ചു നിർത്തുക. ചിത്രകേതുർഗത, അവിടെ ഗ കൂട്ടക്ഷരമാണ്, കട്ടിയിൽ വായിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. ഇനി അടുത്തത് 40ാമത്തെ ശ്ലോകമാണ്. അത് നമുക്ക് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ.